CPM കേന്ദ്ര കമ്മിറ്റിയിൽ കേരള ഘടകത്തിന് രൂക്ഷ വിമർശനം. അമിത ആത്മവിശ്വാസം വിനയായി സംഘടനാപരമായി വീഴ്ച സംഭവിച്ചുവെന്നും വിമർശനം. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, CPMനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിരോധത്തിലാണ് നിലവിൽ. ഇപ്പോൾ ശബരിമല സ്വർണ്ണ കവർച്ച ആയിക്കോട്ടെ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ആയിക്കോട്ടെ, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. എങ്ങനെയാണ് ഈ പാർട്ടി മുന്നോട്ട് പോവുക? പാർട്ടിയുടെ ഭാവി എന്താണ്? ജനങ്ങളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ സാധിക്കും? അങ്ങനെ വലിയ ആശങ്കയിലാണ്. ഇതിനിടയിലാണ് കേന്ദ്ര കമ്മിറ്റിയിൽ നിന്നുള്ള വിമർശനം കൂടി. പറയും. തീർച്ചയായും രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ തന്നെ ഇത്തരത്തിൽ രൂക്ഷമായൊരു വിമർശനം ഉയർന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. അതായത് വലിയ രീതിയിൽ സംഘടനാ തലത്തിൽ തന്നെ പാളിച്ചകൾ ഉണ്ടായി എന്നത് തന്നെ നേരത്തെ തന്നെ ഈ ഒരു വിമർശനം പ്രധാനമായും ഉയർന്നിരുന്നു. നമുക്ക് അറിയാൻ സാധിക്കും, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയായിരുന്നു തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ ലഭിച്ചത് എന്ന് തന്നെയാണ്. BJP അധികാരത്തിൽ വന്നതൊക്കെ ഇടതുമുന്നണിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് നേരിട്ടത്. പ്രധാനമായും ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലാണ് ഇത്തരത്തിൽ രൂക്ഷമായൊരു വിമർശനം കേരള ഘടകത്തിന് നേരെ വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ്. അതായത് സംഘടനാ നേതൃത്വത്തിന് വീഴ്ചയുണ്ടായി, മാത്രമല്ല അമിതമായ ആത്മവിശ്വാസം വലിയ രീതിയിൽ പാർട്ടിയെ ബാധിച്ചു, പ്രവർത്തകർക്ക് വലിയ രീതിയിൽ ഒരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ കേന്ദ്ര കമ്മിറ്റിയിലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ രാഗി സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗൃഹസമ്പർക്ക പരിപാടിയൊക്കെ നടത്തുകയും അതോടൊപ്പം തന്നെ അതിനൊരു പെരുമാറ്റച്ചട്ടമൊക്കെ കൊണ്ടുവരുവാനുള്ള അല്ലെങ്കിൽ ആ നീക്കത്തിലേക്കൊക്കെ കടന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അത്തരത്തിൽ എന്ത് ജനങ്ങളോട് പറയണം, അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവും, അതിനെ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നതൊക്കെ തന്നെയായിരുന്നു പാർട്ടിയുടെ ഒരു നയം എന്ന് പറയുന്നത്. അത്തരത്തിൽ ജനങ്ങളുടെ ചോദ്യത്തെ വലിയ രീതിയിൽ ഭയപ്പെടുകയാണ് CPM എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലത്തെ പെരുമാറ്റച്ചട്ടത്തിൽ ഉൾപ്പെടെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ ക്ഷമാപൂർവ്വം കേൾക്കണമെന്നും സൗമ്യമായി മറുപടി പറയണമെന്നും ഉൾപ്പെടെയുള്ള ഒരു പെരുമാറ്റച്ചട്ടത്തിലേക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ചട്ടത്തിലേക്ക് കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയതെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത്തരത്തിലുള്ള അവലോകന യോഗം നടക്കുമ്പോഴാണ് രൂക്ഷമായ വിമർശനം കേരള ഘടകത്തിന് നേരെ ഉണ്ടാവുന്നതെന്ന് തന്നെയാണ്. ഇത് നേരത്തെ തന്നെ MA ബേബി ഉൾപ്പെടെ വലിയ രീതിയിൽ തുറന്നു പറഞ്ഞൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് മാറിയത് നമ്മൾ കണ്ടതാണ്. രാഗി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ഒരു തിരിച്ചടി, പ്രത്യേകിച്ച് പാർട്ടിക്കുണ്ടായ വലിയ വീഴ്ച, അത് കേരള ഘടകത്തിന് രൂക്ഷമായ വിമർശനത്തിലേക്ക് CPM കേന്ദ്ര കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം.